ബിഗ് ബോസ് മലയാളം സീസൺ 7 18 മത്സരാർത്ഥികളുമായി രണ്ടാം ആഴ്ചയുടെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ടാഗ്ലൈൻ പോലെ തന്നെ 7ന്റെ പണികളുടെ ഘോഷയാത്രയാണ്. മറ്റുള്ള സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി വസ്ത്രങ്ങൾ ലഭിക്കണമെങ്കിൽ പോലും ടാസ്കുകളിലൂടെ വിജയിക്കണം. 7ാം സീസൺ ആരംഭിച്ച് 14 ദിവസങ്ങൾ പിന്നിട്ടുവെങ്കിലും ഫേവറേറ്റ്സുകളൊന്നും തന്നെ പ്രേക്ഷകർക്ക് ആയിട്ടില്ല. PR വർക്കുകളും യഥാർത്ഥ BB പ്രേക്ഷകർക്കിടയിൽ ഇത്തവണ കാര്യമായി വർക്കൊന്നും തന്നെ ആകുന്നില്ല. ഗെയിം കളിക്കുകയും നിലപാടുകൾ പറയുകയും എൻ്റർടൈൻ ചെയ്യുകയും ചെയ്യുന്നവർക്കൊപ്പമാണ് ഇത്തവണ പ്രേക്ഷകരുള്ളത്. ഈ സീസണിലെ പ്രധാന കണ്ടന്റ് മേക്കേഴ്സും ശക്തരായ മത്സരാർത്ഥികളുമാണ് സീരിയൽ താരം അനുമോളും ഹിന്ദി ബിഗ് ബോസ് സീസണിൽ അടക്കം പങ്കെടുത്തിട്ടുള്ള ജിസേൽ തക്രാലും. ബിഗ് ബോസ് നിയമം ലംഘിച്ച് ജിസേൽ ഇപ്പോഴും മേക്കപ്പ് പ്രോഡക്ട്സ് ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിക്കുന്നുമുണ്ട്. കഴിഞ്ഞ വീക്കെൻഡിൽ മോഹൻലാൽ ജിസേലിന് താക്കീത് നൽകി ശിക്ഷിച്ചുവെങ്കിലും അതേ പ്രവൃത്തി ജിസേൽ തുടരുകയാണ്. ഇതിനെതിരെ അനുമോൾ പ്രതികരിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഇരുവർക്കും ഇടയിൽ ശീതയുദ്ധവും ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ജിസേലിൻ്റെ അനുവാദമില്ലാതെ 2 തവണ അനുമോൾ ജിസേലിൻ്റെ ബാഗും വസ്തുക്കളും പരിശോധിക്കുക കൂടി ചെയ്തതോടെ പ്രശ്നം വഷളാവുകയായിരുന്നു. രോഷം വന്ന ജിസേല് അനുമോൾ സൈക്കോയാണെന്ന് പറയുകയും തെറി വിളിക്കുകയും ചെയ്തിരുന്നു. ഹൗസിൽ ഭൂരിഭാഗവും സ്ത്രീ മത്സരാർത്ഥികളാണെങ്കിൽ കൂടിയും ജിസേലിനാണ് ഹൗസിൽ ഏറ്റവും പിന്തുണയുള്ളത്. ജിസേലിനെ ചോദ്യം ചെയ്യാൻ പുരുഷന്മാരായ മത്സരാർത്ഥികൾക്ക് പോലും ഭയമാണ്. മാത്രമല്ല തൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചാലും അതിനെതിരെ സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ ജിസേലിന് സാധിക്കുന്നുമുണ്ട്. ബിഗ് ബോസ് റൂൾസ് തെറ്റിച്ച മത്സരാർത്ഥിയായിരുന്നിട്ടും ജിസേലിനെ ക്യാപ്റ്റൻസിയിലേക്ക് വരെ സഹ മത്സരാർത്ഥികൾ നോമിനേറ്റ് ചെയ്തു. അനുമോൾ ഭക്ഷണം മോഷ്ടിച്ചുവെന്ന് ജിസേൽ പറഞ്ഞതോടെയാണ് പുതിയ വഴക്കിൻ്റെ ആരംഭം. ജയിൽ നോമിനേഷൻ നടക്കുന്ന സമയത്താണ് അനുമോൾ ജിസേൽ വഴക്ക് നടന്നത്. 18 മത്സരാർത്ഥികളിൽ അനുവിന് വേണ്ടി സംസാരിച്ചത് ക്യാപ്റ്റനായ ഷാനവാസ് മാത്രമാണ്. അനുവിൻ്റെ കുറ്റം കണ്ടുപിടിക്കുന്ന സഹ മത്സരാർത്ഥികൾ ജിസേലിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം കാണിക്കാറില്ല. അനു കള്ളിയാണ്, എൻ്റെ പ്രൈവസി സ്പേസായ ബെഡിലെത്തി പരിശോധന നടത്തിയെന്നാണ് ജിസേൽ അനുവിനെതിരെ ആരോപിച്ചത്. പറയാൻ പാടില്ലാത്ത ചീത്ത ജിസേൽ തന്നെ വിളിച്ചുവെന്ന് അനുവും തിരിച്ചടിച്ചു. അതോടെ അനു റൊട്ടി മോഷ്ടിച്ചുവെന്ന് ജിസേൽ വീണ്ടും ആവർത്തിച്ച് ആരോപിച്ചു. അതോടെ അനു രോഷാകുലയാവുകയായിരുന്നു. നീ കണ്ടോ ഞാൻ കട്ടെടുക്കുന്നത് എന്ന് ചോദിച്ച് ജിസേലിന് അടുത്തേക്ക് പാഞ്ഞെടുത്ത അനു കയ്യിൽ അടിച്ചു. മോഷണക്കുറ്റം തൻ്റെ മേൽ വന്നതാണ് അനുവിനെ പ്രകോപിതയാക്കിയത്. ദേഷ്യവും സങ്കടവും അടക്കാൻ കഴിയാതെ ആയതോടെ അനുമോൾ അലറി കരച്ചിലും നിലവിളിയുമായി. അനു അടിച്ചത് ഫിസിക്കൽ അറ്റാക്കാണ് എന്ന് ജിസേൽ ബിഗ് ബോസിനോട് പരാതിപ്പെട്ടു. ജിസേൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ടാൽ അനുമോൾക്ക് പുറത്തു പോകേണ്ടി വരികയോ യെല്ലോ കാർഡ് ലഭിക്കുകയോ ചെയ്യും. അനു അടിച്ചത് പരാതിപ്പെടാൻ ജിസേലിന് സപ്പോർട്ടായി ശരത് അടക്കമുള്ള മത്സരാർത്ഥികളുമുണ്ട്. വീക്കെൻഡ് എപ്പിസോഡിലാകും അനു ജിസേൽ വിഷയം മോഹൻലാൽ ചർച്ച ചെയ്യുക. അതിനുശേഷം നടപടി ഉണ്ടായേക്കും. അനു പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഹൗസിലെ ഭൂരിഭാഗം മത്സരാർത്ഥികൾ. ഷൈദയും മറ്റു ചിലരും മാത്രമാണ് അനുവിനെ പിന്തുണയ്ക്കുന്നത്.